السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الله أكبر الله أكبر الله أكبر، لا إله إلا الله، الله أكبر الله أكبر ولله الحمد. ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാം കൊണ്ട് നമ്മെ ആദരിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. പുണ്യങ്ങളുടെ ഭൂകാലമായ പരിശുദ്ധ റമദാനിൽ പ്രവേശിക്കാനും ആരാധനകൾ കൊണ്ട് റമദാനിനെ ധന്യമാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. അൽഹംദുലില്ലാഹ് ബിനിഅ്മതിഹി തതിമ്മു സ്വാലിഹാത്ത്. പരിശുദ്ധ റമദാനിന് വിട പറഞ്ഞ് ശവ്വാലിന്റെ ഒന്നാമത്തെ ദിവസത്തിൽ ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ് നമ്മൾ. ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും ഈദാശംസകൾ നേരുകയാണ്. ഹനീഅൻ ലക്കുമുൽ ഈദുസ് സഈദ്, ഹനീഅൻ ലക്കുമുൽ ഈദുൽ ഫിത്റുൽ മജീദ്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഇവിടെ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ടും രോഗങ്ങളുടെ പിടിമുറുക്കത്തിൽ അകപ്പെട്ട് കഴിയുന്ന നിരവധി സഹോദരന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും എത്രയും വേഗം ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ നന്മയുടെ സന്തോഷം ഇരു ലോകത്തും അല്ലാഹു അവർക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈദുൽ ഫിത്റിന്റെ സന്തോഷം ആരാധനയുടെ സന്തോഷമാണ്. ഈ സന്തോഷം ആണിനും പെണ്ണിനും അതുപോലെ വലിയവർക്കും ചെറിയവർക്കും ധനികർക്കും ഫക്കീറുകൾക്കും ഒരുപോലെ സന്തോഷമുള്ള സുദിനമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്നവരെ കുറിച്ചുള്ള ഓർമ്മകളും നൊമ്പരങ്ങളും നമ്മുടെ ഹൃത്തടങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അള്ളാഹു അനുവദിച്ച് നൽകിയ ഈ ആഘോഷത്തിന്റെ സുദിനത്തെ ഒരിക്കലും നാം കളങ്കപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ആ സന്തോഷത്തെ ഒരിക്കലും നാം കെടുത്തിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല. മക്കൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും പരിചയക്കാർക്കും പരസ്പരം സന്തോഷം പങ്കുവെക്കാനുള്ള ഒരു സുദിനമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച് നൽകിയ രണ്ട് ആഘോഷങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഈദുൽ ഫിത്ർ, നീണ്ട വ്രതവിശുദ്ധിയുടെ കാലഘട്ടത്തിന്റെ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ദുനിയാവിൽ അല്ലാഹു നമുക്ക് നൽകിയ സന്തോഷമാണ് ഈദുൽ ഫിത്ർ. നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഒന്ന് പടച്ചറബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്, മറ്റൊന്ന് ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുന്ന സമയത്താണ്. നോമ്പ് തുറക്കുന്ന ഇൻദ ഫിത്രിഹി എന്ന പദത്തെ ഇൻദ ഈദുൽ ഫിത്ർ, ഫിത്റിന്റെ ഈദുൽ ഫിത്റിന്റെ ആ ദിവസം എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുമുണ്ട്. സുഹൃത്തുക്കളെ, ആരാധനയുടെ സന്തോഷമാണ് നാം ഹൃത്തടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കുളിരും നിർവൃതിയുമാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷമയുടെ, സഹനത്തിന്റെ, തഖ്വയുടെ, ഇഹ്സാനിന്റെ, ഇഖ്ലാസിന്റെ,
നിർബന്ധ കാര്യങ്ങളിൽ നാം കാണിച്ച ജാഗ്രതയുടെ, സഹവാസത്തിന്റെ, അതുപോലെ തന്നെ ശഹവത്തുകളെ നിയന്ത്രിച്ചുകൊണ്ട് നാം മുന്നോട്ടു പോയ ആ ഒരു ദിനരാത്രങ്ങളുടെ വികാരങ്ങൾക്ക് വഴിപ്പെടാതെ ഒരു മാസക്കാലം സ്വന്തം മനസ്സിനെ ആത്മനിയന്ത്രണത്തിൽ പിടിച്ചു നിർത്തിയതിന്റെ, മണിക്കൂറുകൾ പടച്ച റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് റുകൂഇലും സുജൂദിലും കടന്ന് രാത്രി നമസ്കരിച്ചതിന്റെ, ലൈലത്തുൽ ഖദർ കാത്തു ഉറക്കമിളച്ച് പള്ളിയിൽ ചടഞ്ഞിരുന്നതിന്റെ വ്യഥകളും വീഴ്ചകളും റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് കണ്ണീർ പൊഴിച്ച് ഏറ്റുപറഞ്ഞതിന്റെ, റബ്ബിലേക്ക് ഉയർത്തിയതിന്റെ, പ്രയാസമുണ്ടായിട്ടും റമദാനിന്റെ പുണ്യം കുതിച്ച് ദാനധർമ്മം നിർവഹിച്ചതിന്റെ, വീണുപോയവരെ ചേർത്തു പിടിച്ച് ഇല്ലാത്തവരെ സഹായിച്ച് കൂടെ നിർത്തിയതിന്റെ, സകാത്തുൽ ഫിത്റും നിർവഹിച്ചതിന്റെ, സ്നേഹം പങ്കുവച്ച കൂടിച്ചേരലുകളുടെ, ഇഫ്താർ സംഗമങ്ങളുടെ, ദീനീ വിജ്ഞാനത്തിന്റെ ബോധ്യപ്പെടലുകളുടെ, അങ്ങനെ തുടങ്ങി റമദാൻ മാസത്തിൽ നാം നിർവഹിച്ച മുഴുവൻ നന്മകളുടെയും സുഹൃതങ്ങളുടെയും ബിറിന്റെയും സന്തോഷമാണ് നാം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി, ബിറ് നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടും പാരത്രികമായിട്ടും നമുക്ക് ഗുണം ചെയ്യും. നന്മയാണ് ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ധന്യത നിറക്കുന്നത്. പ്രാർത്ഥനയാണ് ഒരാൾക്കെതിരെയുള്ള വിധികളെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നത്. നന്മയ്ക്ക് ധാരാളം സന്തോഷമുണ്ട്. ഇന്നലിൽ ഹസനത ദിയാഅൻ ഫിൽ വജ്ഹ് വനൂറൻ ഫിസ് സദർ വസഅതൻ ഫിർ റിസ്ക് വമഹബ്ബതൻ ഫി ഖുലൂബിൻ നാസ്. നന്മകൾ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രകാശം പരത്തും, മുഖത്തിന് വെളിച്ചമുണ്ടാക്കും, ഹൃദയത്തിന് വിശാലതയുണ്ടാക്കും, റിസ്ഖിൽ വിശാലതയും ഉപജീവനത്തിൽ ധന്യതയും പടച്ച റബ്ബ് നിറക്കും. മനുഷ്യകുലത്തിനിടക്ക് നമ്മെക്കുറിച്ചുള്ള സ്നേഹവും ആദരവും ബഹുമാനവും പ്രാർത്ഥനയും അല്ലാഹു ഏറ്റി നൽകുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നന്മയുടെ സന്തോഷം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഏകാഗിയായി ചെന്ന് നിൽക്കുന്ന ആ സമയം, തുഹ്ശറൂന ഹുഫാതൻ ഉറാതൻ ഉർല, ചെരുപ്പ് ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യാതെ, വസ്ത്രമില്ലാത്തവരായി പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ആ സമയം, വുജൂഹു യൗമഇദിൻ നാഇമ ലിസഈഹാ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് ഗാശിയ നാം ഇപ്പോൾ ഓതി നാവെടുത്തിട്ടേ ഉള്ളൂ. അന്ന് ചില മുഖങ്ങൾ പ്രസന്നവദനന്മാരായിരിക്കും, സന്തോഷത്തിലായിരിക്കും, അനുഗ്രഹത്തിലായിരിക്കും, സ്വർഗത്തിലായിരിക്കും, സമാധാനത്തിലായിരിക്കും, സുഖാനുഭൂതിയിലായിരിക്കും. അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ആ ഫലത്തിൽ അവർ തൃപ്തി അടഞ്ഞവരായിരിക്കും. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുടെ ആ പ്രവർത്തനത്തിന്റെ ഫലം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഗോപ്യമാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഭൗതിക ലോകത്തിന് ഇത്ര സൗന്ദര്യം നൽകിയ പടച്ച റബ്ബ്, നമ്മുടെ ശരീരത്തിന് ഇത്ര കരുത്ത് നൽകിയ പടച്ച റബ്ബ്, നമ്മുടെ തലച്ചോറിന് ഇത്ര ശേഷി നൽകിയ പടച്ച റബ്ബ്, ഇവിടെയുള്ള ഭക്ഷണത്തിനും പാനീയത്തിനും സ്വാദ് നൽകിയ പടച്ച റബ്ബ്, അവന്റെ അനുഗ്രഹങ്ങളുടെ 99% മാറ്റിവെച്ച ഒരു സ്വർഗം സഹോദരന്മാരെ ആർക്കാണത്? ഇന്ന ഫിൽ ജന്നതി ഉറഫ, സ്വർഗത്തിൽ ചില കൊട്ടാരങ്ങളുണ്ട്, അവിടെ ചില മുറികളുണ്ട്. തുറാ മിൻ ബുതൂനിഹാ മിൻ ദുഹൂരിഹാ വദുഹൂറുഹാ മിൻ ബുതൂനിഹാ, അതിന്റെ അകത്ത് നിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും ആളുകൾക്ക് കാണാൻ പറ്റുന്ന സ്ഫടികത്തിന്റെ മുറികളാണത്. ഒരു അറാബി ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആർക്കുള്ളതാണത് എന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അതാബൽ കലാം വഅതഅമ തആം വഅദാമ സിയാം വസല്ലാ ബില്ലൈലി വന്നാസു നിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അതാബൽ കലാം, വാക്കുകൾ നന്നാക്കിയവന്, വഅതഅമ തആം, ഭക്ഷണം നൽകിയവന്, വഅദാമ സിയാം, നോമ്പ് നോറ്റവന്, വസല്ലാ ബില്ലാഹി വന്നാസു നിയാം, ലോകം ശാന്തമായി കൂർക്കം വലിച്ചുറങ്ങിയപ്പോൾ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ എണീറ്റ് നിന്ന് നമസ്കാരം നിർവഹിച്ചവന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ഒരു കൊട്ടാരമുണ്ട്, ഒരുക്കി വെച്ച തോട്ടങ്ങളുണ്ട്, ഒരുക്കി വെച്ച നദികളുണ്ട്, സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗീയ ലോകമുണ്ട്. സഹോദരന്മാരെ, ഈ നന്മയുടെ സന്തോഷം ഇവിടെ അവസാനിക്കുന്നില്ല. ആ സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരു പരിശീലനമായിരുന്നു ഇക്കഴിഞ്ഞ 29 ദിവസം. നാം ആരെയും കാണിച്ചില്ല, നാം ആരെയും ബോധ്യപ്പെടുത്തിയില്ല, ആരുടെയും മുന്നിൽ നല്ല വെള്ള ചമയാൻ നാം ശ്രമിച്ചില്ല. പടച്ച റബ്ബിന്റെ മുന്നിൽ മാത്രം നാം നോമ്പുകാരനായി, പടച്ച റബ്ബിന് വേണ്ടി മാത്രം നാം അത്താഴം കഴിച്ചു, പടച്ച റബ്ബിന്റെ അനുവാദമുള്ളപ്പോൾ മഗ്രിബ് ബാങ്ക് കൊടുത്തപ്പോൾ മാത്രം നാം നോമ്പ് തുറന്നു. അതിനു മുമ്പ് ഭക്ഷണമുണ്ടായിരുന്നു, വെള്ളമുണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു, വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടായിരുന്നു, സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. നാം ആരെയും ബോധ്യപ്പെടുത്തിയില്ല. പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റവും നല്ലവനായി നാം ജീവിക്കുകയുണ്ടായി. 29 ദിവസത്തെ പരിശീലന കളരിയിൽ നിന്ന്
ഇതാ പ്രവർത്തന ഗോധയിലേക്ക് നാം ഇറങ്ങുകയാണ്. സുൽസിലത്തി ശയാതീൻ വസഫിലത്തി ശയാതീൻ ഫുതിഹത്തിൽ അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ. അതിന്റെ കാലഘട്ടം അവസാനിച്ചു. പിശാചുക്കൾ ചങ്ങലയിൽ നിന്ന് വിട്ടിറങ്ങിയിരിക്കുകയാണ്. നരകത്തിന്റെ കവാടങ്ങൾ തുറന്നു വച്ചിരിക്കുകയാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ സുഹൃത്തുക്കളെ അല്ലാഹു ഉദ്ദേശിച്ച നിലക്ക് ഉള്ളൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സ്വർഗത്തിലേക്കുള്ള ഒരു പടയോട്ടമാണിത്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സ്വർഗത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മുൽ അലാ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അദ്ദേഹം സ്വർഗത്തിലാണെന്ന്? അവർ പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിലല്ലെങ്കിൽ ആരാണ് സ്വർഗത്തിലുണ്ടാവുക എന്ന്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, നന്മയിൽ മുന്നിൽ നടന്ന നബിയുനാ വ ഹബീബുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, പക്ഷേ എന്റെ കാര്യത്തിൽ പോലും പടച്ചറബ് എന്ത് തീരുമാനിക്കുമെന്ന് പറയാനാകാത്ത വിധത്തിലാണ് ഞാനുള്ളത് എങ്കിൽ എങ്ങനെയാണ് ഈ സ്വഹാബി സ്വർഗം കൊണ്ട് ആദരിക്കപ്പെട്ടവനാണെന്ന് നിങ്ങൾ പറയുക എന്ന് സ്വഹാബി വനിതയെ തിരുത്തി പറഞ്ഞുവെങ്കിൽ സഹോദരന്മാരെ വിശ്രമിക്കാനായിട്ടില്ല. ചെയ്ത കർമ്മങ്ങൾ പടച്ചറബ് സ്വീകരിക്കണം. സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്കാർക്കും പറയാനാകില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കൽപ്പനയാണ് പരിശുദ്ധ കഅബാലയം പുതുക്കി പണിയണമെന്ന്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പടുത്തുയർത്തുന്ന സൗദത്തിന്റെ താഴെ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മാഈലും നിർവഹിച്ചുകൊണ്ടിരിക്കെ പ്രാർത്ഥിച്ചത് പടച്ചറബേ നീ കബൂൽ ചെയ്യണേ എന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല ഈദുൽ ഫിത്റിന്റെ അന്ന് അദ്ദേഹത്തിന്റെ ഖുതുബയിൽ പറഞ്ഞ വാചകം ഇതാ ഈ പട്ടർക്കുളത്തെ ശ്രോതാക്കളുടെ മുന്നിൽ ഞാൻ വായിക്കുകയാണ്. അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇന്നകും സുംതും ലില്ലാഹി 30 യൗമാ വഖുംതും 30 ലൈല വഖറജ്തുമുൽ യൗമ തത്ലബൂന മിനല്ലാഹി അയതഖബ്ബല മിൻകും. ഹേ ജനങ്ങളെ, ഇതാ 30 ദിവസം നോമ്പ് അനുഷ്ഠിച്ചിരിക്കുന്നു നിങ്ങൾ, 30 ദിവസം രാത്രി നിസ്കരിച്ചിരിക്കുന്നു നിങ്ങൾ. വഖറജ്തുമുൽ യൗമ തത്ലബൂന മിനല്ലാഹി അയതഖബ്ബല മിൻകും. ഈദുൽ ഫിത്റിന്റെ പള്ളിയിൽ നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്തിനാണെന്നറിയോ? പടച്ചറബേ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പാഴായി പോകരുത് നമ്മുടെ അധ്വാനങ്ങൾ, പാഴായി പോകരുത് നമ്മുടെ ദാനധർമ്മങ്ങൾ, പാഴായി പോകരുത് വിലപ്പെട്ട നീണ്ട മണിക്കൂറുകൾ, 29 ദിവസത്തെ നമ്മുടെ കഠിനാധ്വാനങ്ങൾ, നമ്മുടെ പരിശ്രമങ്ങൾ പാഴായി പോകരുത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നഹു من يتقي ويصبر فإن الله لا يضيع أجر المحسنين. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ക്ഷമിക്കുന്ന ആളുകൾ പടച്ചറബിന്റെ വിളിയാളം കേൾക്കുമ്പോൾ വീണ്ടും പള്ളിയിലേക്ക് ഓടുന്ന, ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്ന, ദാനധർമ്മങ്ങൾ നിലനിർത്തി പോകുന്ന, ഖിയാമുൽ ലൈൽ വീണ്ടും തുടർന്നു പോകുന്ന, നന്മ പ്രവർത്തിക്കാൻ ക്ഷമ അവലംബിക്കുന്ന, തിന്മകൾ മാറ്റിവെക്കാൻ ക്ഷമ അവലംബിക്കുന്ന, പടച്ചറബ് നമ്മുടെ ഈമാനിനെ പരിശോധിക്കാൻ വിവിധങ്ങളായ തരത്തിൽ പരീക്ഷണങ്ങൾ നൽകുമ്പോൾ ക്ഷമ അവലംബിക്കുന്ന സ്വാബിരീങ്ങൾക്ക്, പടച്ചറബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികൾക്ക് ലാ യുദിഉ അജ്റ മുഹ്സിനീൻ, അല്ലാഹു ഇഹ്സാൻ അവരുടെ നന്മകൾ ഒരിക്കലും പാഴാക്കുകയില്ല. കാരണം ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു ഏതെങ്കിലും ആളുകളുടെ കർമ്മങ്ങൾ ആവശ്യമില്ല. ഇരുട്ടിൽ തനി സ്വഭാവം കാണിക്കുകയും പകലിൽ മാന്യതയുടെ മുഖം മൂടി ചമയുകയും ചെയ്യുന്നവന്റെ കർമ്മങ്ങൾ അല്ലാഹു ആവശ്യമില്ല. പടച്ചറബ് കർമ്മം സ്വീകരിക്കുന്നത് ഹൃദയത്തിൽ പടച്ചറബിനോടുള്ള സ്നേഹവും പടച്ചറബിലുള്ള ഭയവും പടച്ചറബിലുള്ള പ്രതീക്ഷയും വെച്ചു പുലർത്തി തഖ്വയോടെ മുന്നോട്ട് പോകുന്ന ഈമാനുള്ള മനുഷ്യന്റേതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്. ആരല്ലാഹുവിനെ അനുസരിക്കുന്നുവോ വറസൂലഹു അവന്റെ ദൂതനെ അനുസരിക്കുന്നുവോ വയഖ്ശല്ലാഹ് അല്ലാഹുവിനെ ഭയക്കുന്നുവോ വയത്തഖി അവനെ സൂക്ഷിക്കുന്നുവോ ഫഉലൈക ഹുമുൽ ഫായിസൂൻ അവരാകുന്നു വിജയം വരിക്കുന്നവരെന്ന് ഖുർആൻ 24-ാം അധ്യായം സൂറത്ത് നൂറിന്റെ 52-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുമ്പോൾ, സഹോദരന്മാരെ, ഈ നന്മകൾ നിലനിൽക്കട്ടെ, ഈ സന്തോഷം നിലനിൽക്കട്ടെ, തഖ്വ നിലനിൽക്കട്ടെ. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ഏതാണ്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ്? അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല. ചെയ്യുന്നത് കുറച്ചാണെങ്കിലും തുടർച്ചയായി ചെയ്യുന്ന കർമ്മങ്ങളാണ് പടച്ചറബിന് ഇഷ്ടം. അല്ലാഹുവേ എന്ന് വിളിക്ക് ഇനിയും അവസരങ്ങളുണ്ട്, നമസ്കാരത്തിന് ഇനിയും അവസരങ്ങളുണ്ട്, ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. മൻ സാമ റമദാൻ
വഅത്ബഅഹു സിത്തൻ മിന ശവ്വാൽ കാന കസിയാമിദ് ദഹർ. ഒരു കൊല്ലം നോമ്പ് നോറ്റ പ്രതിഫലം ഇതാ. പടച്ച റബ്ബിന്റെ അടുത്തൊരു ഓഫർ റമദാനിന് ശേഷം അല്ലാഹുവിന്റെ ഗോൾഡൻ ഓഫർ ഇതാ വന്നിരിക്കുകയാണ്. എന്താണത്? മൻ സാമ റമദാൻ, ആ റമദാനിൽ നോമ്പ് നോറ്റുവോ വഅത്ബഅഹു സിത്തൻ മിന ശവ്വാൽ, ശവ്വാൽ മാസത്തിലെ 6 നോമ്പ് ആരെങ്കിലും നോറ്റുവോ കാന കസിയാമിദ് ദഹർ, ഒരു കൊല്ലം നോമ്പ് നോറ്റ പ്രതിഫലമാണ് 6 നോമ്പിന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല വാക്ക് നൽകുന്നത്. 29 നോമ്പ് നോറ്റ നമുക്ക് 6 നോമ്പ് എന്നുള്ളത് വലിയൊരു ടാസ്ക് അല്ല. തിങ്കളും വ്യാഴവും നോമ്പ് എന്ന് നമുക്ക് വലിയ ടാസ്ക് അല്ല. അയ്യാമുൽ ബീദിന്റെ ഓരോ മാസത്തിലെയും 13, 14, 15 ദിവസങ്ങളിലെ നോമ്പെന്ന് പറയുന്നത് നമുക്ക് വലിയ അധ്വാനമല്ല, നമുക്ക് സാധിക്കുമെന്ന് നാം തെളിയിച്ചിരിക്കുകയാണ്. സാധിക്കാത്തതൊന്നും പറഞ്ഞിട്ടില്ല പടച്ച റബ്ബ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, നിങ്ങൾക്ക് സാധിക്കുന്നതല്ലാത്ത ഒന്നും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സ്വർഗ്ഗത്തിലേക്ക് നാം അടുത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഖബൂൽ ചെയ്യണേ പടച്ച റബ്ബേ. സ്വർഗ്ഗത്തിൽ നിന്ന് നരകത്തിലേക്ക് പോകുന്നവരിൽ ഉൾപ്പെടുത്തല്ലേ നാഥ. ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം. റമദാനിന്റെ ഓരോ രാത്രിയിലും നരകത്തിൽ നിന്ന് പടച്ച റബ്ബ് സ്വർഗ്ഗത്തിലേക്ക് വഴിമാറ്റിയ ആളുകളിൽ ഉൾപ്പെടുത്തണേ പടച്ച റബ്ബേ. ഈ സാധുവായ എന്നെ എന്ന് സുജൂദിൽ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്കാകണം. പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമദാനിൽ നിന്ന് പുറത്തുപോയ നാശത്തിന് കാരണക്കാരനായ ശാപപ്രാർത്ഥനയ്ക്ക് പാത്രീഭൂതനാകുന്ന അയാളുടെ കൂട്ടത്തിലും എന്നെ ഉൾപ്പെടുത്തല്ലേ എന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം. സുഹൃത്തുക്കളെ, വെറുക്കണം നാം. എന്തിനെയാണ് വെറുക്കേണ്ടത്? ഈ നന്മയെല്ലാം ഉപേക്ഷിച്ച് വീണ്ടും തിന്മയുടെ വാതായനങ്ങളിലൂടെ അതിനുള്ള സുഖവും രസവും തേടിപ്പോകുന്നതിന് നാം വെറുക്കണം. അത് ഈമാനിന്റെ മധുരത്തിന്റെ ഭാഗമാണ്, ഈമാനിന്റെ ഹലാവത്തിന്റെ ഭാഗമാണ്. നമ്മുടെ വിശ്രമം സ്വർഗത്തിലാണ്. മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. ഈ ലോകം കർമ്മങ്ങൾ ചെയ്യാനുള്ളതാണ്. വിശ്രമിക്കാനും അടിച്ചു പൊളിക്കാനും ആസ്വദിക്കാനും യഥാർത്ഥത്തിലുള്ള വൈബും അത് സ്വർഗത്തിലാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. പിശാചിനെയും അവന്റെ കൂട്ടാളികളെയും നാം സൂക്ഷിക്കണം. അവൻ നമ്മെ ചതിക്കുഴിയിൽ കൊണ്ടുപോയിടും. അവൻ നമ്മുടെ അഭിമാനത്തെ, നമ്മുടെ ദീനിനെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ ഇൽമിനെ, നമ്മുടെ ആരാധനയെ, നമ്മുടെ പരലോകത്തെ നശിപ്പിച്ച് നരകത്തിന്റെ വക്താക്കളാക്കി നമ്മെ മാറ്റാൻ പിശാച് ട്രെൻഡുകൾ കൊണ്ടുവരും, പിശാച് അഭിനയങ്ങൾ കൊണ്ടുവരും. വ്യത്യസ്ത തരത്തിലുള്ള പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ പുരോഗമനത്തിന്റെ പേരിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ ജാഗ്രത കാണിക്കണം. ഇത് പൈശാചികമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മനസ്സറിഞ്ഞാണ് നാം തേടിയത്. ഹൃദയം പൊട്ടിപ്പോയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ പുറത്തു തരുന്നവനാണ് പടച്ചവനെ, എനിക്ക് നീ പുറത്തു തരണേ എന്ന് മനസ്സറിഞ്ഞാണ് പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ ഗഫിർ ലീ മാ ഖദ്ദംത് വമാ അഖർത് വമാ അസ്റത് വമാ അലൻത് വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിം വഅൻതൽ മുഅഖിർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ഞാൻ മുൻകൂട്ടി ചെയ്തത്, ഞാൻ പിന്നേക്ക് മാറ്റിവെച്ചത്, ഞാൻ രഹസ്യമായി ചെയ്തത്, ഞാൻ പരസ്യമായി ചെയ്തത്, ഇതാ എല്ലാം ഏറ്റു പറയുന്നു എന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ്, മനസ്സ് പിഴഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും നശിപ്പിക്കരുത്. വലാ തകൂനു കല്ലതി നഖലത അസ്ലഹ മിൻ ബഅദി ഖുവ്വതിൻ അൻകാത. ശക്തമായി കയർ പിരിച്ചു മുറുക്കി ഉണ്ടാക്കിയതിനു ശേഷം അതിന്റെ പിരി ഉടച്ചു കളയുന്ന ഒരു ഭ്രാന്തി പെണ്ണിനെ പോലെ നിങ്ങളാകരുതേ എന്ന് സൃഷ്ടാവിന്റെ വാണിംഗ് ഇതാ. വിശ്വാസികളെ, സ്വർഗത്തിന് വേണ്ടി പടച്ച റബ്ബ് നമ്മെ പ്രിപ്പയർ ചെയ്യുകയാണ്. അല്ലാഹ് എന്നെ നരകത്തിലേക്ക് എത്തിച്ചു എന്ന് പറയരുത് മുസൽമാനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അല്ലാഹു സ്വർഗത്തിലേക്ക് നമ്മൾ വിളിക്കുകയാണ്. അതുകൊണ്ട് ആ ദീൻ ഒരിക്കലും കളഞ്ഞു പോകരുത്. സുഹൃത്തുക്കളെ, തിന്മകൾ അസ്വസ്ഥതയാണ്, പൈശാചികമാണ്, ദുരന്തമാണ്, അപകടങ്ങളാണ്. ലഹരിയിൽ എത്ര മാതാക്കളാണ് കൊല ചെയ്യപ്പെട്ടത്, എത്ര പിഞ്ചു മക്കളാണ് ജീവൻ നഷ്ടപ്പെട്ടു പോയത്, എത്ര ദുരന്തങ്ങളാണ് നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു എന്ത് പറഞ്ഞു? നിങ്ങൾ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ, വിജയിക്കണോ നിങ്ങൾ ലഹരിയുടെ എല്ലാ അംശങ്ങളും ഉപേക്ഷിക്കണേ എന്ന് പറഞ്ഞ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉണ്ടാക്കിയ, നമ്മുടെ ശരീരത്തിന് സുഖദുഃഖങ്ങൾ അറിയുന്ന പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞത് ലഹരി വേണ്ട എന്നാണ്. അല്ലാഹു വേണ്ട എന്ന് പറഞ്ഞതിനെ ആനന്ദത്തിന്റെ മാർഗമായി സ്വീകരിച്ചപ്പോൾ ആദ്യം ആസ്വാദനമായി, പിന്നീട് ഡിപ്രഷനായി, പിന്നീട് ലോൺനെസ് ആയി, പിന്നീട് മറ്റുള്ളവരോട് ശത്രുതയായി, പിന്നീട് സ്വന്തം രക്തബന്ധുക്കളെ പോലും കൊന്നൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയതെന്റെ അല്ലാഹു വിലക്കിയതിലേക്ക് പോയതാണ്. പെറ്റ ഉമ്മയെയും പോറ്റി വളർത്തിയ പിതാവിന്റെയും മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ വാരി വിതറിയിട്ട് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇറങ്ങി ഓടിയവൾ അവന്റെ കൈകൊണ്ട് കൊല ചെയ്യപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ നാം വായിക്കുകയുണ്ടായി. മക്കളെ, ഉമ്മയുടെ കണ്ണീരാണത്.
ഉപ്പയുടെ കണ്ണീരാണത്. ആ ഹൃദയം ഒന്ന് പിടഞ്ഞാൽ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാർ നമുക്ക് ലൈക്ക് തന്നിട്ട് കാര്യമില്ല, മുടി വളർത്തിയവന്റെ അംഗീകാരം നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല, ഏതെങ്കിലും ആളുകളുടെ ഫോളോവേഴ്സിന്റെ നമ്മുടെ അനുയായികളുടെ സപ്പോർട്ട് ഉണ്ടായിട്ട് കാര്യമില്ല. പെറ്റ മാതാപിതാക്കളെ, പെറ്റ മാതാവും പോറ്റി വളർത്തിയ പിതാവും നമുക്ക് വേണ്ടി കരഞ്ഞാൽ, ആ ഹൃദയം ഒന്ന് പിടഞ്ഞാൽ അതിന്റെ ദുരന്തം അനുഭവിച്ചിട്ടേ ഈ ഭൂമിയിൽ നിന്ന് പോകൂ. എത്രയെത്ര കൊലകളാണ് ഇവിടെ ഉണ്ടായത്. സഹോദരന്മാരെ, ആര് പറഞ്ഞു ഈ വഴി സ്വീകരിക്കാൻ? പടച്ചിറപ്പ് പറഞ്ഞോ? ഇല്ല. നിങ്ങളുടെ കൂട്ടത്തിലെ ദാസന്മാർ, അടിമകൾ, പാവപ്പെട്ട പുരുഷന്മാർ, ദീനുള്ള സ്വാലിഹികൾ, അവർക്ക് വിവാഹപ്രായമെത്തിയാൽ സമൂഹമേ അവരെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കണം. വിവാഹമാണ് ഒരു പെണ്ണിനാണിനെയും ആണിന് പെണ്ണിനെയും അനുവദിച്ചു കിട്ടുന്ന വഴി. അതല്ലാത്ത വഴികൾ പൈശാചികമാണ്, അതല്ലാത്ത വഴികൾ പിശാചുണ്ടാക്കിയതാണ്, അത് വ്യഭിചാരത്തിന്റെ വഴിയാണ്, ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്നതാണെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. പലിശയും സാമ്പത്തിക ക്രമക്കേടുകളും എത്രയെത്ര പ്രയാസങ്ങൾ നമുക്കുണ്ടാക്കി. ഹലാല് മാത്രം തിന്നാൻ പറഞ്ഞു പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല. ഗെറ്റുഗദറിന്റെ പേരിൽ പഴയ പ്രണയം പൊടിതട്ടിയെടുത്തു. പിന്നീട് ഭാര്യയുടെ ഒരു പെണ്ണിന്റെ ഭർത്താവിന് കാമുകനയക്കുന്ന മെസ്സേജ്, നീ എന്റെ പെണ്ണിനെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അയാൾ വെടിവെച്ചു കൊല്ലുകയാണ്. ഗെറ്റുഗദർ ഭർത്താവിന്റെ ജീവനെടുത്തു. എന്തേ? അള്ള വച്ച അതിർവരമ്പുകളെ കാറ്റിൽ പറത്തി. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ, ആങ്ങള പെങ്ങൾ എന്ന പുതിയ വ്യാഖ്യാനത്തിന്റെ പേരിൽ, ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന വ്യാഖ്യാനത്തിന്റെ പേരിൽ അതിർവരമ്പുകൾ മാറ്റി സ്ഥാപിച്ചപ്പോൾ ദുരന്തങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പാപങ്ങൾ നമ്മെ നരകത്തിലേക്കും നാശത്തിലേക്കും ദുനിയവിയായിട്ടുള്ള പരീക്ഷണങ്ങളിലേക്കും നയിക്കുമെന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മദ്യം ലീഗലൈസ് ചെയ്യണം. പ്രണയം പൂവണിയട്ടെ. ആസ്വദിക്കാനുള്ളതാണ് ജീവിതം. സുഖിക്കണം, രമിക്കണം. മതം വേണ്ട. ഉപദേശം എന്ന് പറയുന്നത് തണ്ടവൈബാണ്. ഇത്തരം പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ചമയുന്നവർ നാട് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ്. അതുകൊണ്ട് ഖുർആനും സുന്നത്തും പ്രമാണമായി സ്വീകരിക്കുന്ന വിശ്വാസികളെ, പരിശുദ്ധ റമദാനിൽ ഇറങ്ങിയ നാം അതിനെ മുറുകെ പിടിക്കാൻ മുന്നോട്ട് ഇറങ്ങി വരേണ്ടതുണ്ട്. അതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. അതിലേക്ക് തിരിച്ചു വരലാണ് മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള ഏറ്റവും വലിയ കാരണം. യൗവനത്തിന്റെ പുതിയ തലമുറയുടെ ഊർജം നമുക്ക് തിരിച്ചു പിടിക്കണം. നിയമങ്ങൾ പണത്തിന് മീതെ പറക്കാതെ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഭരണാധികാരികളും നിയമപാലകരും മുന്നോട്ടിറങ്ങേണ്ടതുണ്ട്. രാഷ്ട്രീയ മത നേതാക്കന്മാർ ഉണർന്നു പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ്. നാട്ടുകാർക്കും മഹലിനും ഉത്തരവാദിത്തമുണ്ട്. യുവാക്കൾ നാട് കാക്കുന്ന ഭടന്മാരായി മാറേണ്ട കാലമാണ്. ഇസ്ലാമിക പ്രബോധനം ശക്തമാകേണ്ടതുണ്ട്. കുടുംബങ്ങളുടെ ഉത്തരവാദിത്തം ഉപ്പയും ഉമ്മയും ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ട ഭൗതിക സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രം പോരാ, അവർക്ക് വേണ്ട പരിരക്ഷ നാം ഉറപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കൈയാൽ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകാതിരിക്കാൻ നാം മുൻകരുതെടുക്കണം. ഉപ്പമാരും ഉമ്മമാരും കുടുംബത്തിന്റെ മക്കളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ മക്കളെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. റാക്കറ്റുകൾക്ക് അമ്മാനമാടാനും വിട്ടുകൊടുക്കരുത്. സിനിമകൾക്കും ട്രെൻഡുകളുടെയും അടിമകളാക്കരുത് അവരെ. കുടുംബ സംവിധാനത്തെ ഊഷ്മളമാക്കണം. കുടുംബം വേണ്ട എന്നാണ് പറയുന്നത്, കുടുംബം നാശമാണെന്നാണ് പറയുന്നത്, കുടുംബം സമാധാനത്തിന് വിരുദ്ധമാണെന്നാണ് പറയുന്നത്. കുടുംബത്തെ നശിപ്പിച്ചാലേ ഒരു തലമുറയെ നശിപ്പിക്കാനാകൂ എന്ന് ഇവിടെയുള്ള ലിബറലിസ്റ്റുകൾക്ക് നന്നായിട്ടറിയാം. ഇസ്ലാമിനെ നേർക്കുനേരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ നെട്ടലില്ലാത്തതുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഊർജത്തെ ചോർത്തിയെടുക്കാൻ MDMA ഇറക്കുമതി ചെയ്തും പുതിയ പുതിയ സിനിമകൾ അഭിനയിച്ചിറക്കിയും പുതിയ പുതിയ ട്രെൻഡുകൾ സമുദായത്തിന് സംഭാവന ചെയ്തും മുസ്ലിങ്ങളുടെ മൂല്യങ്ങളെ ചോർത്തിയെടുക്കാൻ ഇവിടെ ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുടുംബ സംവിധാനം ശക്തമാകണം. ഭാര്യയും ഭർത്താവും ഏറ്റവും നല്ല സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കണം. കുടുംബത്തെ ചേർത്ത് പിടിക്കണം. കുടുംബത്തിന്റെ വിളക്കുമാടങ്ങളായ മാതാപിതാക്കളെ പരിചരിക്കണം. മക്കളെ സ്നേഹത്തോടെയും അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തും മുന്നോട്ട് പോകണം. മക്കളോടൊരു വാക്ക്, ജീവിതം ആർക്കെങ്കിലും വേണ്ടി പൊയച്ചു തീർക്കാനുള്ളതല്ല നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. എവിടെ വെച്ച് അവസാനിക്കുമെന്നറിയാത്ത ഈ ജീവിതം ആർക്കെങ്കിലും വേണ്ടി അഭിനയിച്ചു തീർക്കാൻ എനിക്ക് സൗകര്യമില്ലെന്ന് തന്റെ ഇടത്തോടെ ഈ സമുദായത്തോട് എണീറ്റ് നിന്ന് പറയാനുള്ള നെട്ടലിന്റെ പേരാണ് ആണത്വം എന്ന് പറയുന്നത്. അതിനുള്ള കരുത്ത് നാം തിരിച്ചെടുക്കണമെന്നാണ് യുവാക്കളോടും വിദ്യാർത്ഥികളോടും പറയാനുള്ളത്.
താങ്ങാവണം. മാതാപിതാക്കൾക്ക് അവരെ ഭയപ്പെടുത്തരുത്, അവരെ ആശങ്കപ്പെടുത്തരുത്. 18 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ, ഒരു ആൺകുട്ടിയുണ്ടെങ്കിൽ അവൻ മതി കുടുംബം നോക്കാൻ. പക്ഷെ ഇന്ന അവസ്ഥയല്ലല്ലോ. മാതാപിതാക്കൾക്ക് പേടിയാണ്. സ്കൂൾ പൂട്ടിയ ദിവസം മകന്റെ കൈയും പിടിച്ച് സ്കൂട്ടറിലേക്ക് വലിച്ചോടുന്ന ഉമ്മയെ നാം കാണുകയുണ്ടായി. ക്യാമറക്കാർ അവരുടെ മുന്നിൽ മൈക്ക് നീട്ടിയപ്പോൾ എന്തേ കൊണ്ടോടുന്നു എന്ന് ചോദിച്ചപ്പോൾ പേടിയാണ്. മക്കളെ, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മെ പേടിയാണ്. നാം എന്താണെന്ന് അവർക്കറിയില്ല. ഹിഡനാണ് നമ്മുടെ ജീവിതം. ആ മാതാപിതാക്കളുടെ ഉള്ളിലെ ഭീതി നീക്കാൻ ഒരാൾക്ക് മാത്രമേ പറ്റൂ, അത് നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് അവരെ പേടിപ്പിക്കരുത്. സൊസൈറ്റിക്ക് നന്മകൾ ചെയ്യാൻ സാധിക്കണം. ലയിച്ചു ചേരലല്ല, മറിച്ച് ധാർമ്മികത വീണ്ടെടുക്കുന്ന പോരാളികളായിട്ട് മാറണം നമ്മൾ ഓരോരുത്തരും. നമ്മൾ ജീവിച്ചതിന്റെ നല്ല അടയാളങ്ങൾ ബാക്കിവെക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതം മുഴുക്കെ ഹലാലാകണം. ഹറാമും അവിഹിതങ്ങളിൽ നിന്നും നാം മാറി നിൽക്കണം. പടച്ചറബ് കരുത്തുള്ളവനാണ്. മ്യാൻമർ കേഴുകയാണ്. പടച്ചറബ് ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. ഒരു നിമിഷത്തെ ഭൂമികുലുക്കമാണ് ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ തകർന്ന് തരിപ്പണമായത്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്കാണ് ഭയം പ്രാപിക്കാറുള്ളതെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് സ്ട്രക്ചർ ഉണ്ടിയിട്ട് വഴിയോരങ്ങളിലൂടെ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും പേഷ്യൻസിനെ കൊണ്ട് ഓടുന്ന കാഴ്ചകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവിനേക്കാൾ വലിയൊരുത്തൻ ഇവിടെയില്ല. അതുകൊണ്ട് പടച്ചിറപ്പുമായുള്ള ഫൈറ്റിൽ നിന്ന് നാം മാറി നിൽക്കണം. വിനയമുള്ള ദാസനായി നാം മാറണം. ആരാധനകൾ കൈവിട്ടു പോകരുത്. ഇന്നത്തെ സുദിനം മുതൽക്ക് ടെസ്റ്റിംഗ് ആണ്, പരീക്ഷണമാണ്. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയാണ്, ഖറജ്തു മഹു യൗമ ഈദ്, ഈദിന്റെ ദിവസം അദ്ദേഹം ആളുകളുടെ കൂടെ ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന അവ്വല മാ നബ്ദഉ ബിഹി ഫീ യൗമിനാ ഹാദാ ഗള്ളുൽ ബസർ. 29 ദിവസത്തെ നോമ്പിന്റെ ഫലം ഇന്ന് തെളിയും, ഇന്ന് തെളിയും. ജമാഅത്തിന് നാമുണ്ടോ? കണ്ണിനെ നിയന്ത്രിക്കാൻ നമുക്കാകുന്നുണ്ടോ? പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കണ്ണ് താഴുന്നുവെങ്കിൽ നീ ഉറപ്പിച്ചോ, നിന്റെ 29 ദിവസത്തെ ആരാധന പടച്ചിറപ്പ് കബൂൾ ചെയ്തു എന്ന് സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് ജനങ്ങളോട് പറയാ, ജനങ്ങളെ, ഇന്നാണ് പരീക്ഷണം. ഇന്നത്തെ ദിവസം കണ്ണിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുവെങ്കിൽ ഈ റമദാൻ നിങ്ങൾക്ക് ഗുണം ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് വാക്കും നോക്കും പ്രവർത്തനങ്ങളും വേഷവും എല്ലാം നന്നാകട്ടെ. അതിർവരമ്പുകൾ ലംഘിക്കരുത്. ഇന്നത്തെ ദിവസത്തിൽ മക്കൾക്കും നമുക്കും ഹലാലായ സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടാകാവൂ. പണവും സമയവും ഒരിക്കലും ദൂർത്തടിക്കരുത്. ഇന്നത്തെ ആരാധനകൾ നമുക്ക് നഷ്ടമാകരുത്. പാട്ടും കൂട്ടും സിനിമയും ആണും പെണ്ണും ലയിച്ചു ചേർന്നുള്ള ആഘോഷത്തിന്റെ പേരല്ല ഈദുൽ ഫിത്തർ. തക്ബീറിന്റെ, നന്ദിയുടെ, സ്നേഹത്തിന്റെ, സലാമിന്റെ, ആശീർവാദത്തിന്റെ, ആശംസകളുടെ, സന്ദർശനങ്ങളുടെ, സഹായത്തിന്റെ, ദാനധർമ്മങ്ങളുടെ ദിവസമാണിന്ന്. സ്ത്രീ സമൂഹമേ, ഞാൻ നരകം കണ്ടു. നരകത്തിൽ ഏറ്റവും അധികം ഞാൻ കണ്ടത് നിങ്ങളെയാണ്, സ്ത്രീകളെ. അതുകൊണ്ട് നിങ്ങൾ സദഖ നിർവഹിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് പെരുന്നാളിന്റെ സുദിനത്തിലാണ്. അതുകൊണ്ട് നന്മയാണ്, ജീവിതം മുഴുക്കെ നന്മയാണ്. ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യട്ടെ. ആദ്യം നമുക്ക് ഫീൽ ചെയ്യട്ടെ. 29 ദിവസത്തെ നോമ്പ് ആദ്യമായിട്ടല്ല, നോമ്പ് ജീവിതത്തിൽ ആദ്യമായിട്ടല്ല, റമദാൻ ആദ്യമായിട്ടല്ല. പക്ഷേ ഈ 2025 നോമ്പ് ഒരു ജീവിതത്തിന്റെ പരിവർത്തനത്തിന്റെ തുടക്കമാകട്ടെ. സഹോദരന്മാരെ, മാറാൻ എളുപ്പമാണ്. പടച്ചറബ് സ്നേഹമുള്ളവനാണ്, പടച്ചറബ് കാരുണ്യവാനാണ്, പടച്ചറബ് നമ്മെ കാത്തിരിക്കുകയാണ്. റബ്ബിലേക്ക് മടങ്ങുന്നവരെ അങ്ങേറ്റ സ്നേഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ഡ്രഗ് വേണ്ട, ഇന്നത്തെ ദിവസത്തിൽ ഫൈറ്റ് വേണ്ട, സിനിമകൾ വേണ്ട, ആൺപെൺ ലയനം വേണ്ട, അനാവശ്യമായിട്ടുള്ള ഔറത്തുകൾ മറക്കാതെ സ്ത്രീ പുരുഷന്മാർ മോശപ്പെട്ട നിലക്കുള്ള ഇറങ്ങിപ്പുറപ്പെടലുകൾ വേണ്ട. ശുക്രാണ്, നന്ദിയാണ്. ആകാശത്തിനുപരിയിൽ അർശിലിരുന്ന് പടച്ചിറബ് നമ്മെ നോക്കുമ്പോൾ അല്ലാഹുവിന് സന്തോഷമുണ്ടാകുന്ന തരത്തിലായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ഒരു ദിനത്തെ മുഴുക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അടിച്ചുപൊളിക്കാൻ, ആനന്ദിക്കാൻ, ഉല്ലസിക്കാൻ, മനസ്സാഗ്രഹിക്കുന്നത് ലഭിക്കാൻ ഒരു ലോകം പടച്ചിറബ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് സ്വർഗമാണ്. അവിടെ മരണമില്ല, അവിടെ രോഗമില്ല, അവിടെ ശത്രുക്കളില്ല, അവിടെ ദുരന്തങ്ങളില്ല, അവിടെ വേണ്ടാത്ത കാഴ്ചയില്ല, കേൾവിയില്ല, ചിന്തയില്ല, അണികളില്ല, അനുയായികളില്ല, സഹജീവികളില്ല. സന്തോഷത്തോടെ ജീവിക്കാൻ പടച്ചിറബ് ഒരുക്കി വെച്ച ഒരു സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരു പടപ്പുറപ്പാടാകട്ടെ ഇനിയുള്ള സുദിനങ്ങൾ. അല്ലാഹു അതിനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. പടച്ചിറബ് സുബ്ഹാനഹു വ തആല അനുവദിച്ചതിൽ മാത്രം ആസ്വാദനം കണ്ടെത്തി അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ
മാറ്റിവെക്കുമ്പോൾ എന്ത് മാനസിക ശാരീരിക സാമ്പത്തിക പ്രയാസമുണ്ടായാലും മാറ്റിവെച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്തും ഊർജവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഇൽമും ഈമാനും തഖ്വയും നമുക്ക് വർദ്ധിപ്പിച്ചു നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകൾ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ജീവിതകാലം മുഴുവൻ പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട വഴിയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഫലസ്തീനികൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. അവരുടെ ചോര കണ്ട് ആഗ്രഹം കൊതി തീർന്നിട്ടില്ലാത്ത ഇസ്രായേലിന് അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യട്ടെ. മനുഷ്യക്കുരുതിക്ക് ആളുകൾക്ക് അതിനുവേണ്ടി പണിയെടുക്കുന്നവരുടെ ആയുധങ്ങൾ അള്ളാഹു നിർവീര്യമാക്കട്ടെ. അവരുടെ സംഘശക്തി അള്ളാഹു ഛിന്ന ഭിന്നമാക്കട്ടെ. അവർക്കുള്ള ശത്രുക്കളെ അവരിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഭയക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മെ തൊട്ടകറ്റുമാറാവട്ടെ. സാമ്പത്തിക ശാരീരിക മാനസിക കുടുംബപരമായ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ മരിച്ചു പിരിഞ്ഞ ആളുകൾക്ക് എല്ലാ തരത്തിലുമുള്ള മഗ്ഫിറത്തും മർഹമത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല സമയം, പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം, അള്ളാഹു സ്വർഗക്കാരനെന്ന് നമ്മെ വിളിക്കുന്ന സമയം, അള്ളാഹുവിലേക്ക് സന്തോഷത്തോടെ മടങ്ങാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ അനാരോഗ്യവും ഇല്ലാതാക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് കൂടുതൽ ഈമാനികമായിട്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ ദീനീ ബോധമുള്ള, സാമൂഹിക പ്രതിബദ്ധതയുള്ള, ധാർമ്മിക ചിന്തയുള്ള മക്കളാക്കി മാറ്റുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കട്ടെ. നമ്മുടെ സമൂഹത്തിൽ സ്വാതന്ത്ര്യവും സന്തോഷവും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.